തുടർച്ചയായി പെയ്ത കനത്ത മഴ മൂലം അടിമാലി ടൗണിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലായി. ശനിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ നിർത്താതെ പെയ്തത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. ഓടകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയത് മൂലം വ്യാപാരികൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി. അടിമാലിയിൽ ശനിയാഴ്ച രാവിലെ മുതൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ 20ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഓടകൾ നിറഞ്ഞൊഴുകിയ വെള്ളമാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റും കയറിയത്. പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ നിർത്താതെ പെയ്തത് അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിലുള്ള ജനങ്ങൾക്ക് ആശങ്കയ്ക്കിടവരുത്തി. അടിമാലി ഫെഡറൽ ബാങ്ക് ജംഗ്ഷന് സമീപം ഓട നിറഞ്ഞ് വെള്ളം സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറി. ഇവിടെ എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ഓട നിറഞ്ഞ് വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുക പതിവാണ്. ഇതിനെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ലൈബ്രറി റോഡിന് സമീപം 20ഓളം വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് ഓടകൾ നിറഞ്ഞ വെള്ളം കയറിയത്. ഇതുമൂലം സ്ഥാപന ഉടമകൾക്ക് വ്യാപക നാശനഷ്ടമുണ്ടായി. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും റോഡിലേക്ക് വെള്ളം കയറി. അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും മഴയെ തുടർന്ന് വെള്ളം കയറിയിരുന്നു. ഓടകൾ നിറഞ്ഞതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ശക്തമായ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടു. കഴിഞ്ഞ ദിവസം മുതൽ മഴ ശക്തമായതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഏതു സമയവും പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ദേശീയപാതയിൽ 6-ാം മൈലിൽ അപകട ഭീഷണി ഉയർത്തി നിലനിന്നിരുന്ന മരച്ചില്ലകൾ ഫയർഫോഴ്സ് അധികൃതർ മുറിച്ചു നീക്കി. മഴയെ തുടർന്ന് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ക്രമീകരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.